നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാനൊരു മൊരടനാണ് എനിക്ക് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവില്ല എന്ന്. പക്ഷെ ഇന്ന് ഈ റോസാപ്പൂ താഴെ വീണ് കിടക്കുന്നത് കണ്ടപ്പോ എനിക്കുണ്ടായ വിഷമത്തിന്റെ പകുതി പോലും നിനക്കുണ്ടായില്ല. എനിക്ക് വിഷമായെന്ന് പറഞ്ഞപ്പോ നീ കുമാരനാശന്റെ കവിത ചൊല്ലിട്ടേക്ക് പോന്നു. ഇതാണോ സൗന്ദര്യാസ്വാദനം? മോഹനേട്ടാ, പൂക്കളാവുമ്പോൾ ലോകാവസാനം വരെ ചെടിയിൽ നിൽക്കില്ല, അത് കൊഴിഞ്ഞു വീഴും. ഈ ലോകത്തുള്ള പൂക്കളൊക്കെ താഴെ വീഴുന്നത് അത് ആരെങ്കിലും ഇങ്ങനെ പറിച്ച് താഴെ ഇടുമ്പോഴല്ല. പക്ഷെ ഈ പൂവ് ആരോ പറിച്ചതാണ്. ഇത് കൊഴിഞ്ഞു വിടാനുള്ള പ്രായമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു റോസാപ്പൂവിന്റെ കാര്യത്തിൽ ഇതിന് മാത്രം ആവേശം കാണിക്കേണ്ട കാര്യം എന്താണ്? കഴിഞ്ഞ 4 വർഷമായി കൂടെ താമസിക്കുന്ന എനിക്കൊരു അപകടം വന്നാൽ മോഹനേട്ടൻ ഇത്രയ്ക്ക് ടെൻഷൻ ആവില്ലല്ലോ. നീയും റോസാപ്പൂവും തമ്മിൽ പ്രധാനമായും 3 വ്യത്യാസങ്ങളുണ്ട്. 1, റോസാപ്പൂവ് കാണാൻ വളരെ മനോഹരമായൊരു പുഷ്പമാണ്. 2, റോസാപ്പൂവ് ഒരിക്കലും എന്റെ മെക്ക് തരാൻ വരില്ല. 3, റോസാപ്പൂവ് ഒരു വക്കീലേ അല്ല. മനസ്സിലായോ? ഓഹോ, എന്റെ പുരടത്ത് കയറി എന്റെ റോസാപ്പൂ മോഷ്ടിക്കാൻ നോക്കിയ നീ ആരാ? എന്റെ പൊന്നി ചേട്ടാ, ഞാനൊരു വഴിപോക്കനാ. ഇതുവഴി പോയപ്പോ പൂവ് കണ്ടു, അതുകൊണ്ട്. അത് കൊള്ളാലോ. അങ്ങനെ നീയൊക്കെ പോകുന്ന വഴിക്ക് പൂ കണ്ടാ കയറി പറിക്കോ? അങ്ങനെ ഈ തെങ്ങിന്റെ മേലെ തേങ്ങ ഉണ്ട്, അത് നീ പറിച്ചിട്ട് പോവോ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൗന്ദര്യബോധമില്ലാത്ത ഏതോ ഒരു സാമൂഹിക ദ്രോഹിയാണ് ഈ പൂ പറിച്ചിട്ടെന്ന്. അതെവനാ? ഇപ്പോ ഞാൻ നേരിട്ട് കണ്ടോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ അടുത്ത പൂ പറിച്ചിട്ടെ. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് തന്നെ ആദ്യമായിട്ടാ. വെറുതെ ആവശ്യമില്ലാതെ പറയല്ലേ. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞാണ് തെറ്റ്. ഞാൻ പണം കൊടുത്തു വാങ്ങി എന്റെ പുരയിടത്തിൽ കയറി ഞാൻ നട്ടു വളർത്തുന്ന എന്റെ സ്വന്തം റോസ ചെടിയിൽ നിന്ന് പൂവും പറിച്ചിട്ട് നിനക്ക് ഒരു കുഴപ്പമില്ല. ഇനി ഒരു വട്ടം കൂടി ഈ ഗേറ്റ് കടന്നകത്ത് വന്ന അടിച്ചിന്റെ പറഞ്ഞോട് വെളിയിലോട്ട് പറഞ്ഞോട്. എന്റെ അമ്മോ, ഒരു റോസാപ്പൂ പറിക്കാൻ വന്നപ്പോ ഇത്രയും ബഹളം. അപ്പൊ അങ്ങേര് പറഞ്ഞ പോലെ ഒരു തേങ്ങ ഇട്ടിരുന്നെങ്കിലോ? കേട്ടതൊന്നും മതിയായില്ലേ മോനെ? ഇനി ഇവിടെ നിന്നാലേ തടി കേടാവും. ഭാഗത്തേക്ക് പോയാളെ ശരിക്കും അറിയാഞ്ഞിട്ടാ. പോലീസിനെ വിളിക്കാണോ? അല്ല, ആളുകൾ പൂക്കൾ പറിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെടാലോ. എന്റെ ഈശ്വരാ, ഈ നാട്ടിലൊരു വില്ലേജ് ഓഫീസറും ആ വില്ലേജ് ഓഫീസർക്ക് സ്വന്തമായ ഒരു വീടും ആ വീടിന്റെ മുറ്റത്ത് കുറെ ചെടികളും ആ ചെടികളിൽ കുറെ പൂക്കളും ഉള്ളത് കൊണ്ട് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാതായി. നാട്ടുകാർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം, പക്ഷേ അത് എന്റെ പുരയിടത്തിന്റെ മതിലിന്റെ പുറത്ത്. ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് മോഹനേഷൻ തീരുമാനിക്കും. മോഹനേട്ടാ, ഒരു കൊച്ചു പൂവിന്റെ കാര്യത്തിൽ ഇത്ര ബഹളം ഉണ്ടാക്കേണ്ട കാര്യം നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ചെറുതായിരുന്നപ്പോ പോലും ചെടികളിൽ നിൽക്കുന്ന പൂക്കൾ പറിച്ചിട്ടില്ല. കുട്ടികൾക്ക് പൂവിൽ കമ്പം ഉണ്ടാവില്ലേ? മോൻ ഈ പൂ പറിച്ചോളൂ, മോൻ ഈ പൂ പറിച്ചോളൂ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നും അത് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഒരു വീട് വാങ്ങി ആ വീടിന്റെ മുറ്റത്ത് ചെടി വളർത്തി അതിൽ പൂവുണ്ടാവുമ്പോ നാട്ടിലുള്ള വായി നോക്കിയുള്ളത് പറിച്ചോണ്ട് പോയാൽ ഞാൻ സമ്മതിക്കോ? ഇല്ല. ഓക്കേ, സമ്മതിക്കണ്ട. തീർന്നില്ല പ്രശ്നം. പൂക്കളെ രക്ഷിക്കാനായി നമുക്ക് 2 പോലീസുകാരെ കാവൽ നിർത്തിയാലോ? അല്ലെങ്കിൽ മോഹനേട്ടന്റെ ചെലവിൽ ഒരു ഗൂർഖയെ അപ്പോയിന്റ് ചെയ്യാം. കാര്യം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പൂക്കൾക്ക് കാവലാണെന്ന് പറയാമല്ലോ. ഏതെങ്കിലും ഒരാൾ ഒളിച്ചൊളിച്ചു വന്ന് പൂ പറിച്ചാൽ നമുക്ക് അയാളെ ടിഷ്യും വിടുവെച്ചു കൊല്ലാൻ. നീ കളിയാക്കി പറഞ്ഞാണെങ്കിലും പൂക്കളുടെ കാര്യത്തിൽ അത് സംഭവിച്ചെന്ന് വരും. ഇനി ഇവിടെ വന്ന് ഏതെങ്കിലും ഒരുത്തം പൂ പറിച്ചാൽ അവിടെ എറിഞ്ഞു വീഴ്ത്തു ഞാൻ. നോക്കൂ നീ. ആഹാ, സാറേ, അവധി ദിവസമായിട്ട് പത്രമൊക്കെ വായിച്ചങ്ങനെ ഇരിക്കുകയാണല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? തലയും കുത്തിക്കണായിരുന്നു. അഹങ്കാരി. രാവിലെ നല്ല ചൂടിലാണല്ലോ സാറേ.
ആഹാ. നല്ല ബെസ്റ്റ് റോസാപ്പൂവാണല്ലോ സാറേ നിൽക്കുന്നേ. കൊള്ളാം. ഇതൊരെണ്ണം ഞാൻ പറഞ്ഞോട്ടെ സാറേ. ഉത്തമ, ഒരു പൂവ് എന്നത് പൂച്ചട്ടിയിൽ നിൽക്കേണ്ടതാണ്. പൂച്ചെടിയാ? അതെന്തിനാണ് ഉത്തമൻ പറിച്ചെടുക്കുന്നത്? എന്റെ പൊന്ന് സാറേ, എന്റെ മൂത്ത ചേച്ചിയുടെ മോക്ക് റോസാപ്പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവക്ക് കൊടുക്കാനാ ഞാൻ പറിച്ചോട്ടാന്ന് ഉത്തമ, ചോദിച്ചേ. ഹോ, കഷ്ടം. നിങ്ങൾക്ക് ഇങ്ങനെ തീരെ സൗന്ദര്യബോധമില്ലാത്തതായി പോയല്ലോ. ഈ പൂവ് ഈ ചെടിയിൽ നിൽക്കുമ്പോ അതിനൊരു ഭംഗിയുണ്ട്. അത് മാത്രമല്ല, ഈ ചെടിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിന് 2-3 ദിവസത്തെ ആയുസ് കൂടി കിട്ടുകയും ചെയ്യും. പക്ഷേ ഉത്തമനെ പോലുള്ളവരെ സമ്മതിക്കില്ല. ഓ, എന്റെ പൊന്ന് സാറേ, എനിക്കൊരു പൂവും വേണ്ട. പ്രശ്നം തീർന്നല്ലോ. തീർന്നില്ല. ഞാനിവിടെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ചെടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പൂവ് ഉത്തമൻ പറിച്ചെടുക്കാൻ ശ്രമിച്ച വിവരം അറിയും. ഒന്നിനും അല്ല. ഞാൻ ഇതുവഴി പോയപ്പോ സാറിനെ കണ്ടു നിർത്തി. എന്നാ ഞാൻ പൊക്കോട്ടെ. പൂവാണ് ഇന്നത്തെ ഭ്രാന്ത്.